പരമേശ്വർ സാർ ഒന്ന് വന്നേ. ഒരു കാര്യം പറയട്ടെ പ്ലീസ്. എനിക്ക് പോണം. അത്യാവശ്യമാണ് സാർ. പ്ലീസ് സാർ. പ്ലീസ് സാർ. ഞാൻ മീര, മായ, മനു, മഞ്ജു ഇവിടെ ഉണ്ട് സാർ. എന്താ കാര്യം? വരൂ സാർ. വല്ലവരും തല്ലാനാണോ? എനിക്ക് വയ്യ. വിട്ടേ പറയട്ടെ. വരൂ സാർ. എനിക്ക് ഗുരുവായൂർക്ക് പോകണം. ഒരു അടിയന്തര പ്രശ്നമാണ്. എന്താ അടിയന്തര പ്രശ്നമാണെങ്കിൽ എനിക്കിപ്പോ ബസ് കിട്ടത്തില്ല വേറെ. ഗുരുവായൂർക്ക് ഞങ്ങൾ കാറിൽ വിടാം സാർ. പിള്ളേരോടാ മനു വാ. സ്വന്തം സത്ത അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് എന്റേത്. കെട്ടുപാടുകളുടെ ഭാരവും ഭൗതിക പ്രലോഭനങ്ങളുടെ മായയോ അതിജീവിച്ച് ആത്മാവിനെ സ്വതന്ത്രമാക്കാനുള്ള യാത്ര. അതിൻ്റെ ഇടയില് ഈ മുഖം മൂടിയെടുത്ത് അണിയാൻ വയ്യ മക്കളെ. ഞങ്ങളെ സഹായിച്ച സാറിന് പുണ്യം കിട്ടും. എനിക്ക് പുണ്യം വേണ്ട. പിന്നെന്താ വേണ്ടത്? എനിക്ക് ഒന്നും വേണ്ട. ഇത്രയും പറഞ്ഞിട്ടും അങ്കിളിന് ഞങ്ങളോട് ഒരു സിമ്പതിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, അത്തരം വികാരങ്ങളെ അതിജീവിക്കാനാണ് എന്റെ ശ്രമമെന്ന്. അന്ന് ബീച്ചിൽ വെച്ച് അത്തരം വികാരങ്ങളെ അങ്കിൾ അതിജീവിച്ചില്ലല്ലോ. അതെ, തലങ്ങും വിലങ്ങും അവന്മാരെ എടുത്തടിച്ചത് നല്ല വികാരത്തോടായിരുന്നോ? അതൊരു അബദ്ധം പറ്റിയതല്ലേ. ഒരു തവണ കൂടി ആ അബദ്ധം പറ്റിയാൽ ഞങ്ങൾ രക്ഷപ്പെടും. ഞാൻ അവിടെ വന്ന് അവന്മാരൊക്കെ തല്ലി ഓടിക്കാനാണോ ഈ പറയുന്നേ? അതിന് കാശ് കൊടുത്ത് ആരെങ്കിലും ഗുണ്ടകളെ ഏർപ്പാട് ചെയ്താ പോരെ? തല്ലി ഓടിക്കലല്ല ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങളുടെ വീട്ടിന്റെ കൺട്രോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിരിക്കുക. അത് ഞങ്ങൾക്ക് തിരിച്ചു വേണം. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഞങ്ങൾക്ക് ആരുമില്ല അങ്കിൾ, പ്ലീസ്. ഞാൻ നിങ്ങളുടെ മുത്തച്ഛനാണെന്ന് അവർ വിശ്വസിച്ചില്ലെങ്കിലോ? അത് ഞങ്ങളേറ്റു. എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ തരാം. അതുപോരെ? റെഡി? റെഡി. 1 2 3. മുത്തച്ഛൻ വരുന്നു. ഞങ്ങളുടെ മുത്തച്ഛൻ വരുന്നു. അങ്കിൾ, ആന്റി, ഞങ്ങളുടെ ഗ്രാൻഡ്പാ വരുന്നു. ഹലോ അങ്കിൾ, ഇത് മീരയാണ്. ഒരു ഗ്രാൻഡ് ന്യൂസ് പറയാൻ വേണ്ടി വിളിച്ചതാ. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് പട്ടാളത്തിൽ വെച്ച് കാണാതായ ഞങ്ങളുടെ മുത്തച്ഛന്റെ കത്ത് വന്നിരിക്കുന്നു. ഇന്ന് ഇവിടെ വരുമെന്ന്. ഏത് മുത്തച്ഛൻ? അങ്ങനെ ഒരാളെ പറ്റി ഞാൻ കേട്ടില്ലല്ലോ. മരിച്ചുപോയി എന്ന് വിചാരിച്ചതല്ലേ? മരിച്ചിട്ടില്ലെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. ഏതായാലും മുത്തച്ഛൻ വരുന്നെന്ന് കേട്ടപ്പോ ഞങ്ങൾക്ക് സന്തോഷമായി അങ്കിൾ. ഓക്കെ അങ്കിൾ. ഇനി ഞങ്ങൾ അനാഥരല്ല അങ്കിൾ. വി ഹാവ് അവർ ഗ്രാൻഡ്പാ, അവർ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ്പാ. ഇയാളിപ്പോ എന്തിനാ എങ്ങനെ എഴുതുന്നേ? യുദ്ധത്തിൽ എന്തുകൂടെ ഭരിച്ചില്ല. ദാറ്റ്സ് അവർ ഗുഡ് ലക്ക് അങ്കിൾ. എന്റെ പെങ്ങള് ശ്രീദേവി, നിങ്ങളുടെ അച്ഛൻ മോഹൻദാസും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുമ്പോ ഈ മനുഷ്യൻ എവിടെയായിരുന്നു? ഒന്ന് തിരിഞ്ഞു നോക്കിയോ? എനിക്ക് ഇത്തിരി തണ്ണുണ്ട്.